ആശാപ്രവർത്തകർ ദിനം പ്രതി പിണറായി സർക്കാരിനെ വട്ടം ചുറ്റിക്കുകയാണ്. നൂതനമായ സമരരീതി അവലംബിച്ച് തങ്ങൾ യാതൊരു കാരണവശാലും മുട്ടുകുത്തില്ലെന്ന് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുമ്പോൾ സമൂഹം ഒന്നാകെ അവർക്ക് പിന്നിൽ അണിനിരക്കുകയാണ്. അവഹേളനങ്ങൾ, ഗവൺമെന്റിന്റെ മർക്കടമുഷ്ടി, പ്രതികൂലമായ കാലാവസ്ഥ ഒന്നും ഇവരെ ബാധിക്കുന്നില്ല. വീറും വാശിയോടും കൂടി അവർ മുന്നേറുകയാണ്. ഇത് തുറന്നു കാട്ടുന്നത് പിണറായിയുടെയും കൂട്ടരുടെയും പാപ്പരത്തമാണ്. ഏതെങ്കിലും ഒരു കാരണവശാൽ ഇവർ ഉയർത്തിയിട്ടുള്ള പല ആവശ്യങ്ങളിൽ ഒന്നെങ്കിലും അംഗീകരിച്ചാൽ അത് CPM-ന്റെ കീഴിലുള്ള CITU-വിന്റെ വില തൊഴിലാളികളുടെ ഇടയിൽ നഷ്ടപ്പെടും എന്നുള്ള ഒറ്റ കാരണത്താലാണ് സർക്കാർ ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾക്കെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്നത് സ്പഷ്ടം. തിങ്കളാഴ്ച പുലർച്ചെയോടെ സമരത്തിന്റെ രൂപവും ഭാവവും മാറുകയാണ്. ഏതൊരു വനിതയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കേശഭാരം സൗന്ദര്യത്തിന്റെ അടയാളം മാത്രമല്ല, മറിച്ച് ആത്മാഭിമാനത്തിന്റെ ഒരു ചിഹ്നം കൂടിയാണ്. ലോകത്തെമ്പാടും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്കെതിരെ സ്ത്രീകൾ അവരുടെ സ്വന്തം മുടി മുറിച്ച് പ്രതിഷേധിച്ചിട്ടുള്ള പല ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ആശമാർ അത്തരമൊരു പ്രവൃത്തിയിൽ റംസാൻ പുലരിയിൽ ഏർപ്പെടുമ്പോൾ അത് ഇപ്പോൾ തന്നെ കടുത്ത ഭരണവിരുദ്ധ വികാരം നേരിടുന്ന സർക്കാരിനെതിരെയുള്ള ഒരു തുറന്ന യുദ്ധ പ്രഖ്യാപനമായിരിക്കും. പൊതുജനത്തിന് ഇതിനോടകം ആശാപ്രവർത്തകരോട് പല രീതിയിൽ അടുപ്പിച്ചിട്ടുള്ളത് പോർമുഖത്ത് വെല്ലുവിളികളെ അവഗണിച്ച് നടത്തിവരുന്ന സഹന സമര രീതികളാണ്. പോർവിളികൾ പലതുണ്ടായിട്ടും അതെല്ലാം അവഗണിച്ച് തങ്ങൾ ഉദ്ദേശിച്ച കാര്യം നേടുവാനായി ഉപവാസം നടത്തിയും മുടി മുറിച്ചും തുറന്നു കാട്ടുന്നത് ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ പാപ്പരത്വവുമാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇത് ആദ്യമായിട്ടല്ല ഇത്തരമൊരു രീതിയിൽ സ്ത്രീകൾ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ ഒരുങ്ങുന്നത്. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപ് വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ ആണെങ്കിൽ കൂടി അന്ന് കേരള വനിതാ കോൺഗ്രസിന്റെ അധ്യക്ഷയായിരുന്ന ലതിക സുഭാഷ് താൻ ആവശ്യപ്പെട്ട സീറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ KPCC ഓഫീസിന് മുൻപിൽ അവരുടെ പ്രതിഷേധം അറിയിച്ചത് സ്വന്തം തല മുണ്ടനം ചെയ്താണ്. ഇത് എത്രമാത്രം UDF-ന് ആ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചു എന്നുള്ളത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു തുറന്ന പാഠമാണ്. അങ്ങനെയിരിക്കെ ആശമാരെ അതേ വഴിയിൽ തള്ളിവിടുന്നത് പിണറായി സർക്കാരിനും ഏതു തരത്തിലായാലും ഭൂഷണമാകില്ല. കഴിഞ്ഞ 3 ആഴ്ചകളിലായി സെക്രട്ടേറിയറ്റിന്റെ മറ്റൊരു വശത്ത് സമരം നടത്തിവന്ന അങ്കണവാടി പ്രവർത്തകരെ നേരിൽ കാണാനും അവരുടെ ആവശ്യങ്ങൾ സഹതാപപൂർവ്വം പരിഗണിക്കാം എന്ന് പറഞ്ഞ സർക്കാർ എന്തുകൊണ്ടാണ് ആശമാരെ അവഗണിക്കുന്നത് എന്ന് കേരള സമൂഹത്തിനെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമാണ്. സ്ത്രീ ശാക്തീകരണം, സ്ത്രീ ഉന്നമനം എന്നൊക്കെ പ്രത്യക്ഷത്തിൽ പ്രചരണം നടത്തി ഭരണ നേട്ടത്തിൽ ഉൾപ്പെടുത്തി നിഗളിക്കുന്ന ഭരണകൂടത്തിന് മുന്നിൽ സ്ത്രീകൾ നടത്തുന്ന അതിജീവന സമരം കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ തൊഴിലാളി പാർട്ടിയുടെ തൊഴിലാളി വിരുദ്ധതയും സ്ത്രീ വിരുദ്ധവുമായ നയങ്ങളുമാണ് കേരളം ഭരിക്കുന്ന സർക്കാർ മുന്നോട്ടു പോകുന്നത്. അല്ലെങ്കിലും പഴമക്കാർ പറഞ്ഞതുപോലെ വിനാശകാലെ വിപരീത ബുദ്ധി എന്നാണല്ലോ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.